എല്ലാ ദിവസവും 7:15 ഒരു മെസ്സേജ് മാത്രം അയക്കും. പക്ഷെ അവൾ ഒരിക്കലും കോൾ ചെയ്യുകയുമില്ല. ഒരു മനുഷ്യനെ പ്രണയിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ ഒരാൾ മറക്കാൻ എത്ര കാരണങ്ങളുണ്ടായാലും മനസ്സ് പലപ്പോൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അർജുൻ എന്ന സാധാരണ യുവാവിന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ജീവിതം. ഒരു ദിവസം വൈകുന്നേരം 7:15 അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടു. ഒരു വാട്സപ്പ് മെസ്സേജ് ആയിരുന്നു. സുഖമാണോ? പക്ഷെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ചോദിച്ചു, ആരാണ് നീ? പക്ഷെ റിപ്ലൈ ഇല്ല. അടുത്ത ദിവസം വീണ്ടും 7:15 ഇതേ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. ഭക്ഷണം കഴിച്ചു? അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? പക്ഷേ അപ്പോഴും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഇത് ദിവസങ്ങളോളം ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും ഒരേ ഒരു മെസ്സേജ് മാത്രം. ഇന്ന് ചിരിക്കൂ, ക്ഷീണമാണോ, അമ്മയെ ശ്രദ്ധിക്കണം, വിചിത്രമായ കാര്യം. ആ മെസ്സേജ് എല്ലാം അർജുന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ അവന് വലിയൊരു പ്രശ്നമുണ്ടായി. ആരും അറിയാത്ത ആ സംഭവം കഴിഞ്ഞ് 7:15 വന്ന മെസ്സേജ്, കരയേണ്ട, എല്ലാം ശരിയാകും. അർജുൻ അത് കേട്ട ഉടനെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അവൻ പലതവണ വിളിച്ചു ഇതാരാണെന്ന് അറിയാൻ. പക്ഷേ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് മാത്രമായിരുന്നു. അവൻ നമ്പർ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു. ഒന്നും കണ്ടെത്താനായില്ല. മാസങ്ങൾ കടന്നുപോയി. അവൻ ആ മെസ്സേജുകൾക്കായി കാത്തിരിക്കാൻ തുടങ്ങി. അത് പ്രണയമായിരുന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കരുതലായിരുന്നോ എന്നൊന്നും അവൻ അറിയേണ്ടതെന്നില്ല. ഒരു ദിവസം ധൈര്യത്തോടെ അവൻ മെസ്സേജ് അയച്ചു, ഒരിക്കൽ മാത്രം കാണാമോ? ആ ദിവസം 7:15 കഴിഞ്ഞു. മെസ്സേജ് വന്നില്ല. ആദ്യമായാണ് അത് സംഭവിക്കുന്നത്. അടുത്ത ദിവസവും ഇല്ല, മൂന്നാം ദിവസവും ഇല്ല. ഒരു മെസ്സേജ് മാത്രം. നാളെ വൈകുന്നേരം പഴയ സെഷനിൽ വരൂ. അവൻ്റെ ഹൃദയം പെട്ടെന്ന് ഇടിക്കാൻ തുടങ്ങിയ ആ കാര്യം കേട്ടപ്പോൾ. കാരണം അവൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അത്. അടുത്ത ദിവസം അവൻ അവിടെ എത്തി. മഴ പെയ്യുകയായിരുന്നു. പ്ലാറ്റ്ഫോമിൽ ആളുകൾ വളരെ കുറവുമായിരുന്നു. ഒരു പെൺകുട്ടി വെളുത്ത കുടയുമായി നിന്നു. അവനടുത്തേക്ക് നടന്നു. നിങ്ങളാണോ? അവൾ ചിരിച്ചു. അല്ല. അവൾ ഒരു കവർ അവന്റെ കയ്യിൽ കൊടുത്തു. ഇതെനിക്ക് നൽകാൻ പറഞ്ഞതാണ്. അവൾ നടന്നുപോയി. അവൻ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു കത്തും ഒരു ഫോട്ടോയും. ഫോട്ടോയിൽ അർജുൻ. അവന്റെ കോളേജ് കാലത്തെ ഒരു ചിത്രമായിരുന്നു അത്. പിന്നിലെഴുതിയിരുന്നത്, നിനക്കറിയാതെ നിന്നെ ഒരാൾ വർഷങ്ങളായി സ്നേഹിച്ചിരുന്നു. അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കത്ത് തുടർന്നു, നീ എല്ലാവരെയും സഹായിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നീ പലപ്പോഴും പറഞ്ഞിരുന്നു. അന്ന് മുതൽ നിന്റെ ഓരോ വിഷമവും ദൂരെ എന്ന് ഞാൻ കണ്ടു. നിനക്ക് ധൈര്യം നൽകാൻ മാത്രമാണ് മെസ്സേജുകൾ. അവസാനം വരെ വായിച്ചപ്പോൾ അവന്റെ ലോകം തന്നെ നിശ്ചലമായി തുടങ്ങി. അല്ലെങ്കിൽ അവൻ നിശ്ചലമായി നിന്നു. എനിക്ക് ഇനി അധിക സമയമില്ല. താഴെ ഒരു ആശുപത്രിയുടെ പേര് മാത്രം. അവൻ ഓടിക്കയറി. അവളുടെ പേര് പറഞ്ഞപ്പോൾ നേഴ്സ് കുറച്ചു നേരം മിണ്ടാടുന്നു. ശേഷം ഒരു ഡയറി മാത്രം കൈമാറി. ഇത് നിങ്ങൾക്കായി വെച്ചതാണ്. ഡയറിയിലെ ഓരോ പേജിലും അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവൻ മറ്റുള്ളവരെ സഹായിച്ച നിമിഷങ്ങൾ, അവൾ ദൂരെ ഇരുന്ന് കണ്ട സന്തോഷങ്ങൾ. അവസാന പേജിൽ എഴുതിയിരിക്കുന്നത്, പ്രണയമെന്നത് എപ്പോഴും സ്വന്തമാക്കലല്ല. ചിലപ്പോൾ അതാരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായി മാറുന്നതാണ് യഥാർത്ഥ പ്രണയം എന്നത്. നീ എന്നെ അന്വേഷിച്ച ദിവസം എൻ്റെ ജീവിതം വിജയിച്ചു. അതിനൊപ്പം ഒരു ചെറിയ കുറിപ്പ്, 7:15 ആകുമ്പോൾ എന്നെ നീ ഒരിക്കലും ഓർക്കരുത്. ആ സമയത്ത് നീ മറ്റൊരാളോട് ചോദിക്കൂ, സുഖമാണോ എന്ന്. അപ്പോൾ എൻ്റെ പ്രണയം അവസാനിക്കില്ല. അർജുൻ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി. അടുത്ത ദിവസം കൃത്യം 7:15 അവൻ തൻ്റെ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചു, ഭക്ഷണമായി കഴിച്ചു. അന്ന് മുതൽ ഓരോ ദിവസവും ഒരാൾക്ക് ഒരു കരുതൽ സന്ദേശം അയക്കുന്നത് അവന് ശീലമായി. കാരണം ചില പ്രണയങ്ങൾ
ഒരിക്കലും അവസാനിക്കാറില്ല. അവ രൂപം മാറും, പക്ഷേ ഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും. താങ്ക് യു.